പ്രിയപ്പെട്ട ഒരാളിൽ നിന്ന് ഒടുവിൽ വല്ലാതെ അവഗണിക്കപ്പെടുകയും വല്ലാതെ വേദനിപ്പിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ഇറങ്ങി വന്ന് അതിനുശേഷവും നിങ്ങൾ അയാളെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഒരു വിളിക്ക് കാതോർത്ത്, അയാളുടെ ഒരു മെസ്സേജിന് കാതോർത്ത് നിങ്ങളിങ്ങനെ പിരിമുറുക്കം കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ സുഹൃത്തെ, ഒന്നോർക്കുക, നിങ്ങളിങ്ങനെ വീണ്ടും വീണ്ടും അവരിലേക്ക് ചെന്നെത്താൻ, അല്ലെങ്കിൽ അവരുടെ സ്നേഹം, പരിഗണന കിട്ടാൻ ശ്രമിക്കും തോറും ബന്ധം അകന്നകന്ന് പോവുകയാണ് ചെയ്യുക. പിന്നെ എന്താണ് മാർഗം? ആ മാർഗം എന്ന് പറയുന്നത് അവഗണിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ചാണക്യൻ പറയുന്നു, ഒരാൾ നമ്മളെ വേദനിപ്പിച്ച്, ഒരാൾ നമ്മുടെ കുറ്റം കൊണ്ടല്ലാതെ നമ്മളെ അവഗണിച്ച് നമ്മൾ പുറത്താകേണ്ടി വന്നാൽ പിന്നെ അവരെ തീർത്തും അങ്ങോട്ട് അവഗണിക്കുക. അങ്ങനെ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിനം അവർ നിങ്ങളിലേക്ക് തീർച്ചയായും തിരിച്ചെത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൈലിയൊന്ന് മാറ്റുക, നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി ബെറ്ററാക്കുക. നിങ്ങൾ വേദനിച്ച് കുത്തിയിരിക്കുകയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവഗണിച്ചാൽ പരിഗണന കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് അവഗണിക്കാൻ പഠിക്കൂ, പരിഗണന താനേ വന്നുകൊള്ളും. ഓക്കെ, സ്റ്റേ സേഫ്, ഹാപ്പി ഓൾവേസ്.